ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ലഹരി. ഞാൻ ശ്രീദേവി, ഗവൺമെന്റ് സമിതി ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ലഹരിയും സാമൂഹിക വിപത്തും എന്ന വിഷയത്തെ പറ്റി ഏതാനും ചില വാക്കുകൾ സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ഒരു രാജ്യത്തിന്റെ ഭാവി അവിടുത്തെ കുട്ടികൾ തന്നെയാണ്. എന്നാൽ ആ ഭാവി തകർക്കാൻ വേണ്ടി ഇപ്പോൾ കുട്ടികളിൽ സുലഭമായി കണ്ടുവരുന്ന ഒന്ന് തന്നെയാണ് ലഹരിയുടെ അമിതമായ ഉപയോഗം. മുതിർന്നവർ അവരുടെ വിൽ പവർ കൊണ്ട് അതിനെ ഉപേക്ഷിക്കും. അവരുടെ അധ്വാനം കൊണ്ട് അവർ ലഹരിയെ പരമാവധി പിടിച്ചു നിർത്തുവാൻ സാധിക്കും. എന്നാൽ കുട്ടികളിൽ ഇതിനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തെന്നാൽ കുട്ടികൾ അടിമപ്പെട്ടതിൽ നിന്ന് മോചനം നേടുവാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നില്ല. ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും അവർ അഭയം തേടുന്നത് ലഹരിയിൽ തന്നെയാണ്. നമ്മൾ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും അതിനെ മുന്നേറി വിജയം നേടുന്നതാണ് ലഹരി എന്ന് അവർ അറിയുന്നില്ല. ലഹരി നമ്മളെ മാനസികവും ശാരീരികവുമായി തളർത്തുന്നു. അവ നമുക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നു. മറ്റുള്ളവർ നമ്മളെ ഒറ്റപ്പെടുത്തിയെന്നും അവഗണിച്ചുമെന്നുള്ള തോന്നൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകും. ദേഷ്യം, സങ്കടം, ക്രോധം, നിരാശ എന്നിവയെല്ലാം ഉണ്ടാകുന്ന സന്ദർഭങ്ങളുണ്ടാവും. അപ്പോഴാണ് ലഹരി ഒരു വെല്ലുവിളിയായി നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. ലഹരി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ആൺകുട്ടികളെ പറ്റിയാണ്. എന്നാൽ ഈ സമൂഹത്തിൽ ആൺകുട്ടികളോടൊപ്പം പെൺകുട്ടികളും ലഹരിക്ക് അടിമപ്പെട്ടു വരികയാണെന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട്. ചാറ്റിങ്ങിലൂടെ പരിചയപ്പെടുന്ന സുഹൃത്തുക്കൾ, പുറമെയുള്ള സുഹൃത്തുക്കൾ, ഇവരുടെ എല്ലാവരുടെയും ബ്ലാക്ക് മെയിലിംഗ് വഴിയാണ് ഇവർ ഇതിന് കീഴടങ്ങുന്നത്. ഭയം കൊണ്ട് തന്നെയാണ് ഇവർ കീഴടങ്ങുന്നതെങ്കിലും ആ ഭയത്താൽ അവർ ലഹരിയുടെ പൈശാചികമായ ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇനി മാതാപിതാക്കളുടെ ഒരു കാര്യം, കുട്ടികളെ തെറ്റ് കണ്ടാൽ തിരുത്തണം, അവരുടെ നന്മ കണ്ടാൽ പ്രോത്സാഹിപ്പിക്കുകയും വേണം. എന്നാൽ ഒരിക്കലും അവരെ തെറ്റുകളിലേക്കുള്ള വഴിയാകരുത് അവരുടെ സ്നേഹം മൂലം. ഇനി ലഹരിയുടെ പുറമെ പോകുന്ന യുവജനങ്ങളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം, ലഹരി തന്നെയാണ് നിങ്ങളുടെ ആയുസ്സ് നിർണ്ണയിക്കുന്നത്.